മാസ്റ്റേഴ്സിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടാമത്തെ ചാപ്റ്ററിൽ 10ാം ക്ലാസ്സിലെ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ഗ്യാസ് ലാസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, അതായത് വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ അതൊന്ന് വായിച്ചു നോക്കാം. അത് നോക്കുക, എല്ലാവരും ടെസ്റ്റ് എടുത്ത് നോക്കുക. Compared to solid and liquids, gases have a lot of chemical characteristic features. Many elements and compounds are seen in gaseous state. We are handling so many gases in daily lives, industries and laboratories. അപ്പോൾ ഇവിടെ ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനമായിട്ടും ഗ്യാസസിൻ്റെ ചില പ്രത്യേകതകളെ പറ്റിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മറ്റ് ചെറിയ ക്ലാസ്സുകളിലൊക്കെ സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഗ്യാസസിൻ്റെയൊക്കെ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോഴിവിടെ കുറച്ചുകൂടി വിശദമായിട്ട് വാതകത്തെ പറ്റിയുള്ള കുറേ കാര്യങ്ങളാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നതും അതുമായി ബന്ധപ്പെട്ട കുറച്ച് നിയമങ്ങൾ, 2-3 നിയമങ്ങൾ. അതാണ് ഗ്യാസ് ലാസ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അതായത് മെനി എലമെൻറ്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ് ആർ സീൻ ഗ്യാഷ്യസ് സ്റ്റേറ്റ്. നമ്മൾ ഒരുപാട് എലമെൻറ്റുകൾ, മൂലകങ്ങളും സംയുക്തങ്ങളും എല്ലാം വാതകാവസ്ഥയിലുള്ളത് നമുക്ക് പഠിച്ചിട്ടുള്ളതാണ്. അതായത് വി ആർ ഹാൻഡ്ലിങ് സോ മെനി ഗ്യാസസ് ഇൻ ഡെയിലി ലൈഫ്സ്, ഇൻഡസ്ട്രീസ് ആൻഡ് ലാബ്. അപ്പോൾ പരീക്ഷണശാലകളിലും വ്യവസായങ്ങളിലും നമ്മുടെ ഡെയിലി ലൈഫിലും ഒക്കെ നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ട് പല ഗ്യാസസും. അതെന്തൊക്കെയാണെന്ന് നമുക്ക് താഴെ നോക്കാം. ഗ്യാസസിൻ്റെ കുറച്ച് പ്രസ്താവിക്കുന്ന കുറേ സർട്ടൻ സ്റ്റേറ്റ്മെൻറ്റ് എന്തൊക്കെയാണ് ആ പ്രസ്താവനകളെന്ന് നോക്കാം. ഈച്ച് ഗ്യാസ് കണ്ടെയ്ൻ ന്യൂമറസ് മൈന്യൂട്ട് മോളിക്യൂൾസ്. ആ ഗ്യാസസിനെ സംബന്ധിച്ചുള്ള കുറച്ച് പോയിൻ്റാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതായത് ഗ്യാസ് കണ്ടെയ്ൻസ് ന്യൂമറസ് മോളിക്യൂൾസ്. ധാരാളം മോളിക്യൂളുകളാൽ നിർമ്മിതമാണ് എല്ലാ വാതകങ്ങളും. അതായത് വെൻ കമ്പയർഡ് ടു ദ ടോട്ടൽ വോളിയം ഓഫ് ഗ്യാസ്, ദ റിയൽ വോളിയം ഓഫ് മോളിക്യൂൾ ഈസ് വെരി ലെസ്. അതായത് ഗ്യാസസിൻ്റെ ആകെ വ്യാപ്തവുമായി താരതമ്യം ചെയ്താൽ അതിൽ ഓരോ മോളിക്യൂൾസിൻ്റെയും വ്യാപ്തം വളരെ ചെറുതാണ്. അതായത് ഗ്യാസസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത് മൈന്യൂട്ട് മോളിക്യൂൾസ് കൊണ്ടാണ്, തന്മാത്രകൾ കൊണ്ടാണ്. എന്നാൽ ഒരു കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ഗ്യാസിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറഞ്ഞാൽ വ്യാപ്തവുമായി താരതമ്യം ചെയ്താൽ ഓരോ മോളിക്യൂൾസിൻ്റെയും വ്യാപ്തം എന്ന് പറയുന്നത് വളരെ നെഗ്ലിജിബിളാണ്, വളരെ ചെറുതാണ് എന്നാണ് പറയുന്നത്. The molecules of a gas are in a state of rapid random motion in all directions. അതായത് ഈ ഒരു ഗ്യാസിലെ മോളിക്യൂൾസ് എല്ലാം എപ്പോഴും റാൻഡം മോഷനിലാണ്, കണ്ടിന്യൂസ് മോഷനിലാണ്. എന്ന് പറഞ്ഞാൽ എന്താണ്, എപ്പോഴും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു, എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് ഗ്യാസസിൻ്റെ ഒരു പ്രത്യേകതയാണ്. മോളിക്യൂൾസ് ഓഫ് എ ഗ്യാസ് ആർ ഇൻ റാൻഡം മോഷൻ, റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ദിശകളിലേക്കും ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. നമുക്കറിയാം ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അതായത് ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതലെന്ന് പറയുന്നത് ഏത് സ്റ്റേറ്റിനാണ്? ഗ്യാഷ്യസ് സ്റ്റേറ്റിനാണ്. അപ്പോൾ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസസ് ആർ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റാപ്പിഡ് റാൻഡം മോഷൻ ഇൻ ആൾ ഡയറക്ഷൻസ്. അതാണ് ഗ്യാസസിൻ്റെ വേറൊരു പ്രത്യേകത. എല്ലാ ദിശകളിലേക്കും ഗ്യാസസിൻ്റെ തന്മാത്രകൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇനി 4ാമത്തെ പോയിന്റ് നോക്കൂ. As the result of the random motion of the gas molecules, they collide with each other and also collide with the walls of the container in which it is kept. This collision with the walls account for the pressure of a gas. അതായത് നമ്മൾ മുമ്പത്തെ പോയിന്റിൽ പറഞ്ഞു, എല്ലാ ദിശകളിലേക്കും വാതകങ്ങൾ ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചലനത്തിൻ്റെ ഫലമായി, ഇങ്ങനെയുള്ള തുടർച്ചയായിട്ടുള്ള ചലനത്തിൻ്റെ ഫലമായി, as a result of the random motion of the gas molecules, they collide with each other. ഈ തന്മാത്രകൾ തമ്മിൽ കൂട്ടിയിടിക്കുന്നു. and also collide the walls of the container in which it is kept. ഏത് പാത്രത്തിലാണോ സൂക്ഷിച്ചിരിക്കുന്നത് അതിൻ്റെ വാൾസിൽ, അതിൻ്റെ ഭിത്തിയിൽ ചെന്ന് ഈ തന്മാത്രകൾ ഇടിക്കുന്നു. This collision with the walls account for the pressure of a gas. അപ്പോൾ ഇങ്ങനെ ഭിത്തിയിൽ ചെന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഒരു മർദ്ദം അനുഭവപ്പെടുന്നു. അങ്ങനെയാണ് മർദ്ദം ഉണ്ടാകുന്നത്. അതായത് ഗ്യാസിലെ തന്മാത്രകളുടെ കൂട്ടിയിടിക്കലിൻ്റെ ഫലമായി ആണ് ഇവിടെ ഒരു മർദ്ദം ഉണ്ടാകുന്നത്. അതായത് അത് ഇരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഭിത്തിയിൽ ചെന്നിടിക്കുകയും അവിടെ ഒരു ഫോഴ്സ്, അവിടെ ഒരു ബലം ഉണ്ടാവുകയും ചെയ്യുന്നു. ആ ബലത്തിനെയാണ് പ്രഷർ അല്ലെങ്കിൽ മർദ്ദം എന്ന്
പറയുന്നത്. അത് നമ്മൾ കുറച്ചുകൂടി വിശദമായിട്ട് പഠിക്കും താഴോട്ട്. As the collision of molecules are perfectly elastic in nature, there is no loss of energy. അപ്പം ഇങ്ങനെ ഗ്യാസ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഗ്യാസിൻ്റെ തന്മാത്രകൾ കൂട്ടിയിടിക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ ഊർജ്ജ നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. അവിടെ എനർജി നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. ഇങ്ങനെ കണ്ടിന്യൂസ് കൊളിഷൻ്റെ ഫലമായിട്ട് അവയുടെ എനർജി നഷ്ടപ്പെടുന്നില്ല. ദ കൊളിഷൻ ഓഫ് മോളിക്യൂൾസ് ആർ പെർഫെക്റ്റ്ലി എലാസ്റ്റിക് ഇൻ നേച്ചർ. ദർ ഇസ് നോ ലോസ് ഓഫ് എനർജി. ഇവിടെ തന്മാത്രകളുടെ കൂട്ടിയിടിക്കലിൻ്റെ ഫലമായിട്ട് ഊർജ്ജ നഷ്ടം ഉണ്ടാകുന്നില്ല. എനർജി റിമെയിൻസ് കോൺസ്റ്റൻറ്റ്. നെക്സ്റ്റ് പോയിന്റ്, അടുത്ത പോയിന്റ് നോക്കൂ. ദർ ഈസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ. ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് തമ്മിൽ അട്രാക്ഷൻ തീരെ കുറവാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം അവ തമ്മിലുള്ള മോളിക്യൂൾസ് തമ്മിലുള്ള ഡിസ്റ്റൻസ് തന്നെ വളരെ കൂടുതലാണ്. അതുകൊണ്ട് അവ തമ്മിലുള്ള അട്രാക്ഷൻ വളരെ കുറവാണ്. എന്നാൽ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ ഭിത്തിയോടും അതിന് യാതൊരു ആകർഷണവുമില്ല. ആൻഡ് വിത്ത് ദ വാൾസ് ഓഫ് ദ കണ്ടെയ്നർ ദർ ഇസ് നോ അട്രാക്ഷൻ ബിറ്റ്വീൻ ദ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിലും ഇരിക്കുന്ന പിന്നെ കണ്ടെയ്നറുമായിട്ടും അവയ്ക്ക് അതിൻ്റെ മോളിക്യൂൾസിന് യാതൊരു അട്രാക്ഷനും ഇല്ല. ഇത്രയും കോമൺ ആയിട്ട് ഗ്യാസിനെ പറ്റിയുള്ള കുറേ പോയിന്റുകൾ പറഞ്ഞതാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് അതിൻ്റെ ബേസിൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. അത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞതിലുള്ള പ്രധാന പോയിന്റുകളാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കത് വലിയ നോക്കാം. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, വാതക തന്മാത്രകളുടെ ഊർജം. ഏറ്റവും കൂടുതൽ സോളിഡ് ലിക്വിഡിനെ ഗ്യാസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗ്യാസസിനാണ് ഊർജം ഏറ്റവും കൂടുതൽ. അപ്പോൾ വെരി ഹൈ. എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ്, തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. വെരി ഹൈ. ഇറ്റ് ഈസ് ആൾസോ വെരി ഹൈ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ആർ വെരി ഹൈ. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, അതായത് ചലന സ്വാതന്ത്ര്യം, തന്മാത്രകളുടെ ചലന സ്വാതന്ത്ര്യം ഏറ്റവും കൂടുതൽ ഗ്യാസസിനാണ്. അതും ഹൈ ആണ്. ഫ്രീഡം മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾ ഈസ് ഓൾസോ ഹൈ. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ മോളിക്യൂൾസ് തമ്മിലുള്ള ആകർഷണ ബലം വളരെ കുറവാണ്. വെരി ലോ. അപ്പോൾ ബാക്കി ഇവിടെ പറഞ്ഞേക്കുന്നതിൽ എനർജി കൂടുതലാണ്, തന്മാത്രകൾ തമ്മിലുള്ള അകലം കൂടുതലാണ്, ചലന സ്വാതന്ത്ര്യം കൂടുതലാണ് തന്മാത്രകൾക്ക്, പിന്നെ ആകർഷണ ബലം മാത്രമാണ് കുറവുള്ളത്. അതാണ് നമ്മൾ മുകളിൽ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുകളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഈ 4 പോയിന്റുകളാണ്. അതായത് ഗ്യാസസിൻ്റെ എനർജി ഓഫ് ഗ്യാസ് മോളിക്യൂൾ ഈസ് വെരി ഹൈ. ഊർജ്ജം വളരെ കൂടുതലാണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ തന്മാത്രകൾ തമ്മിലുള്ള അകലം വളരെ കൂടുതലാണ്. ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്, അതിന് ചലന സ്വാതന്ത്ര്യം വളരെ കൂടുതലാണ്. അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ, അതിൻ്റെ ആകർഷണ ബലം വളരെ കുറവാണ്. ഇനി നമ്മൾ പറഞ്ഞ പ്രസ്താവനകളെ കുറച്ചുകൂടി വിശദമായിട്ട് നമ്മൾ താഴോട്ട് പഠിക്കാൻ പോവുകയാണ്. വോളിയം ഓഫ് എ ഗ്യാസ്, അതായത് വാതകങ്ങളുടെ വ്യാപ്തത്തെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ വോളിയം എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ് വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ? ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലത്തിനെയാണ് നമ്മൾ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം എന്ന് പറയുന്നത്. അത് നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് വോളിയം. അത് ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം. ദ സ്പേസ് ഓക്കുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ് ഈസ് നോൺ ആസ് ഇറ്റ്സ് വോളിയം. ഇനി നോക്കുക, അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തേക്കണം. ഈവൺ ഇഫ് എ ലിറ്റർ ഓഫ് ലിക്വിഡ് ഈസ് ട്രാൻസ്ഫേർഡ് ഇൻ ടു എ കണ്ടെയ്നർ ഓഫ് എനി സൈസ് ദർ ഈസ് നോ ഡിഫറൻസ് ഇൻ ഇറ്റ്സ് വോളിയം. നമുക്കറിയാം ദ്രാവകങ്ങൾ ഒക്കെ വാതകങ്ങൾക്കും ഖരവസ്തുക്കൾക്കും ഒക്കെ വ്യാപ്തമുണ്ട്. നമ്മളൊരു ദ്രാവകം ഒരു പാത്രത്തിലിരിക്കുന്ന ദ്രാവകത്തിനെ ഏത് സൈസിലുള്ള പാത്രത്തിലായിരുന്നാലും അതിനെ നമ്മൾ വേറൊന്നിലേക്ക് ട്രാൻസ്ഫർ ചെയ്താൽ, നമ്മൾ മാറ്റി കഴിഞ്ഞാൽ അതിൻ്റെ വോളിയത്തിന് ഒരു വ്യത്യാസം വരുന്നില്ല. അപ്പോൾ 1 ലിറ്റർ വെളിച്ചെണ്ണയോ വെള്ളമോ ഏതായാലും നമ്മൾ വേറെ ഒരു വലിയ കണ്ടെയ്നറിലേക്ക്, അല്ലെങ്കിൽ 2-3 ലിറ്റർ കൊള്ളുന്ന കണ്ടെയ്നറിലേക്ക് അല്ലെങ്കിൽ മാറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആദ്യത്തെ 1 ലിറ്റർ തന്നെയായിരിക്കും. ആ വ്യാപ്തത്തിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. എന്നാൽ ഗ്യാസിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. അപ്പോൾ ഖരവസ്തുക്കളുടെയും ദ്രാവകങ്ങളുടെയും വ്യാപ്തം എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്, ഫിക്സഡ് വോളിയമാണ്. എന്നാൽ ഗ്യാസിന് ഒരു നിശ്ചിത വ്യാപ്തം ഇല്ല. അതിനെ പറ്റിയാണ് അടുത്ത് പറയാൻ വേണ്ടി. ഇഫ് എ ഗ്യാസ് വിച്ച് ഈസ് കെപ്റ്റ് ഇൻ എ സിലിണ്ടർ ഹാവിങ് എ വോളിയം ഓഫ് 1 ലിറ്റർ, അതായത് 1 ലിറ്റർ
കണ്ടെയ്നറിൽ ഇരിക്കുന്ന ഒരു ഗ്യാസ് ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫേർഡ് ടു അനദർ 5 ലിറ്റർ. ഒരു 5 ലിറ്റർ കൊള്ളുന്ന സിലിണ്ടറിലേക്ക് മാറ്റുന്നു എന്നിരിക്കട്ടെ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദ ഗ്യാസ്? എന്തായിരിക്കും അതിൻ്റെ ഗ്യാസിൻ്റെ വോളിയം? അതായത് 1 ലിറ്ററിലായിരുന്നപ്പോൾ അതിൻ്റെ വോളിയം 1 ലിറ്റർ ആയിരുന്നു. എന്നാൽ ആ 5 ലിറ്ററിലേക്ക് മാറ്റിയപ്പോൾ അതിൻ്റെ വോളിയം അത് ആ കണ്ടെയ്നർ മുഴുവൻ ഫില്ലായി, നിറഞ്ഞു ആ വാതകം. അപ്പോഴെത്രയായി? അതിൻ്റെ വോളിയം 5 ലിറ്ററായി. അപ്പം ഗ്യാസിനൊരു നിശ്ചിത വോളിയം ഉണ്ടോ, നിശ്ചിത വ്യാപ്തം ഉണ്ടോ? ഇല്ല. അപ്പോൾ ഗ്യാസിനൊരു ഫിക്സഡ് വോളിയം ഇല്ല. അതുകൊണ്ടാണ് ഈ നമ്മൾ പ്രത്യേകമായിട്ട് ഗ്യാസസിൻ്റെ വോളിയത്തിനെ പറ്റി പഠിക്കേണ്ടി വന്നത്. അപ്പോൾ എന്താണ് ഒരു ഗ്യാസിൻ്റെ വോളിയം എന്ന് നോക്കാം. വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഒക്കുപ്പൈസ്. അപ്പോൾ ഗ്യാസസിൻ്റെ വോളിയത്തിന് നമുക്ക് വേറൊരു ഡെഫിനിഷൻ കൊടുക്കാം. അതായത് വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഒക്കുപ്പൈസ്. ഏത് പാത്രത്തിലാണോ സ്ഥിതി ചെയ്യുന്നത് ആ പാത്രത്തിൻ്റെ വ്യാപ്തമാണ് അതിൽ ഉൾക്കൊണ്ടിരിക്കുന്ന വാതകത്തിൻ്റെ വ്യാപ്തം. അപ്പം വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ വോളിയം ഓഫ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഒക്കുപ്പൈസ്. മനസ്സിലായല്ലോ? അപ്പോൾ ഒരു കണ്ടെയ്നറിൽ നിറഞ്ഞിരിക്കുന്ന വാതകത്തിൻ്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആ കണ്ടെയ്നറിൻ്റെ വ്യാപ്തത്തിന് തുല്യമാണ്. ഇനി അടുത്ത് നോക്കൂ, നമ്മൾ വോളിയവും അതിൽ മർദ്ദവും തമ്മിലൊക്കെ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതിനെ പറ്റിയാണ് അടുത്ത് പറയുന്നത്. പുൾ ദ പിസ്റ്റൺ ഓഫ് എ സിറിഞ്ച് ബാക്ക്വേർഡ്സ്. ഒരു സിറിഞ്ച് എടുത്തിട്ട് നമ്മൾ അതിൻ്റെ പിസ്റ്റൺ പുറകിലേക്ക് വലിക്കുക. പ്രസ് ദ പിസ്റ്റൺ ആഫ്റ്റർ ക്ലോസിംഗ് ദ നോസിൽ ഓഫ് ദ സിറിഞ്ച്. ആ സിറിഞ്ചിൻ്റെ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും പിസ്റ്റൺ ശക്തിയായി പ്രസ് ചെയ്യുക. വാട്ട് വിൽ ഹാപ്പൻ ടു ദ വോളിയം ഓഫ് ദ ഇൻസൈഡ് ദ സിറിഞ്ച്? സിറിഞ്ചിനകത്ത് എയറാണ്. നമ്മൾ ആ സിറിഞ്ചിനെ പിസ്റ്റൺ പിന്നിലേക്ക് ഫുള്ളായിട്ട് വലിച്ചതിന് ശേഷം നമ്മൾ നോസിൽ അടച്ചു പിടിച്ചുകൊണ്ട് ശക്തിയായി പ്രസ് ചെയ്താൽ അതിനകത്തുള്ള എയറിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കുന്നു? അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, മർദ്ദം കൊടുക്കുകയാണ്. അപ്പോൾ അതിനകത്തുള്ള വോളിയത്തിൻ്റെ അളവ് കുറയും. ദ വോളിയം ഇൻസൈഡ് ദ സിറിഞ്ച് ഡിക്രീസസ്. അപ്പോൾ അതിനകത്തുള്ള വായുവിൻ്റെ വ്യാപ്തം കുറയുന്നു. എക്സ്പ്ലെയിൻ ഇറ്റ് ഓൺ ദ ബേസ് ഓഫ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ഗ്യാസ് ആൻഡ് ദിയർ ഫ്രീഡം ഓഫ് മൂവ്മെൻറ്റ്. അറിയാം, അതായത് മോളിക്യൂൾസിൻ്റെ ഗ്യാസസിൻ്റെ മോളിക്യൂൾസ് അതിൻ്റെ ഡിസ്റ്റൻസ് കൂടുതലാണ്. നമ്മൾ മർദ്ദം കൊടുക്കുമ്പോൾ ആ മോളിക്യൂൾസ് അടുത്ത് വരികയും അതിൻ്റെ വ്യാപ്തം കുറയുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് ഓഫ് ദ ഗ്യാസ് ഈസ് ഹൈ. വെൻ വി അപ്ലൈ പ്രഷർ ഇറ്റ് കം ക്ലോസർ ആൻഡ് ദ വോളിയം ഈസ് ഡിക്രീസസ്. അതായത് അകലയിലിരിക്കുന്ന വാതക തന്മാത്രകൾക്ക് നമ്മൾ വെളിയിൽ നിന്നും ബലം കൊടുക്കുമ്പോൾ വാതക തന്മാത്രകൾ അടുത്ത് വരികയും അതിൻ്റെ വ്യാപ്തം കുറയുകയും ചെയ്യുന്നു. ഇനി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. അതായത് പ്രഷർ എന്താണ്? ഈ പ്രഷർ ഓഫ് ഗ്യാസ്, അതിൻ്റെ വാതക മർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ്? നോക്കൂ, ദ മോളിക്യൂൾ ഓഫ് ഗ്യാസ് കെപ്റ്റ് ഇൻസൈഡ് ക്ലോസ്ഡ് കണ്ടെയ്നർ ആർ ഷോൺ ഇൻ ദ ഫിഗർ. ഇവിടെ ഒരു കണ്ടെയ്നറിൻ്റെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, അടച്ചു വച്ചിരിക്കുന്ന ഒരു വലിയ പാത്രം. അത് നോക്കൂ, അവിടെ കാണിച്ചിരിക്കുന്നത് ഗ്യാസ് മോളിക്യൂൾസാണ്. അതിൻ്റെ എല്ലാം അത് പല ദിശകളിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ആരോ മാർക്ക് കൊടുത്തിരിക്കുന്നത്. ഇറ്റ് ഈസ് മൂവ്മെൻറ്റ് ഇൻ വേരിയസ് ഡിറക്ഷൻസ്. അതായത് പല ദിശകളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ആ മോളിക്യൂൾസ്. വാട്ട് ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ദ മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ്? ആ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ പ്രത്യേകത എന്തെന്നാണ്? അതായത് ഇറ്റ് മൂവ് ഇൻ ആൾ ഡിറക്ഷൻസ്. എല്ലാ ദിശകളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഗ്യാസ് മോളിക്യൂൾസ്. വാതക തന്മാത്രകൾ എല്ലാ ദിശകളിലേക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. വാട്ട് അസംഷൻസ് ക്യാൻ ബി മെയ്ഡ് റിഗാർഡിംഗ് ദ പോസിബിലിറ്റി ഓഫ് കൊളിഷൻ ബിറ്റ്വീൻ ഗ്യാസ് മോളിക്യൂൾസ്? അതായത് ഈ എല്ലാ ദിശകളിലേക്കും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മോളിക്യൂൾസ് തമ്മിൽ കൂട്ടിയിടിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഈ മോളിക്യൂൾസ് തന്നെ അതിരിക്കുന്ന കണ്ടെയ്നറിൻ്റെ വാൾസിലും കൊളൈഡ് ചെയ്യും, ചെന്നിരിക്കാൻ സാധ്യതയുണ്ട്. കൺസിഡർ എനി സർഫസ് ഇൻസൈഡ് ദ കണ്ടെയ്നർ. A force is experienced on this surface as a result of the collision of the gas molecules on the surface. If we know the force exerted on the surface and its surface area, we can calculate the force experienced per unit area. അതായത് ഒരു യൂണിറ്റ് വ്യാപ്തത്തിൽ അനുഭവപ്പെടുന്ന ബലം, അതാണ് മർദ്ദം എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം എന്ന് പറയുന്നത്.
ദ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ. അപ്പോൾ നമ്മൾ പ്രഷറിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് എഴുതാനുള്ളത് ഈ പോയിൻ്റാണ്. ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ, അതൊരു യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഒരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ. അത് നമുക്കത് വെച്ച് പ്രോബ്ലം ഒന്നും ചെയ്യാനില്ല, ഒരു ഇവിടെ മെൻഷൻ ചെയ്തിട്ടേ ഉള്ളൂ അതിൻ്റെ ഫോർമുല. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഒരു പ്രത്യേക സ്ഥലത്ത് അനുഭവപ്പെടുന്ന ബലമാണല്ലോ നമ്മൾ മർദ്ദം എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്ങനെ കണ്ടുപിടിക്കും? ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ്. അതിൻ്റെ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ആകെ ബലത്തിനെ അതിൻ്റെ പ്രതല വിസ്തീർണം കൊണ്ട് ഭാഗിച്ചാൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. അപ്പോൾ ആ ഫോമുല ഒന്ന് നോക്കി വെച്ചിരുന്നാൽ മതി, നമുക്ക് അതുകൊണ്ട് പ്രോബ്ലം ഒന്നും ചെയ്യാനായിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഒന്നുകൂടെ ആ ഫോമുല നോക്കുക. ഫോഴ്സ് ഓൺ യൂണിറ്റ് ഏരിയ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ ദ സർഫസ് ഡിവൈഡഡ് ബൈ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ പ്രതല വിസ്തീർണം. ടോട്ടൽ ഫോഴ്സ് എക്സേർട്ടഡ് ഓൺ സർഫസ്, ഉപരിതലത്തിൽ അനുഭവപ്പെടുന്ന ബലത്തിനെ അതിൻ്റെ പ്രതല വിസ്തീർണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി നമുക്ക് ഒരു യൂണിറ്റ് ഏരിയയിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അത് മനസ്സിലായല്ലോ എല്ലാവർക്കും? എന്താണ് നമ്മൾ നേരത്തെ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ദ, അതായത് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപ്പൈസ്, അത് പഠിച്ചു. ഇനി എന്താണ് ഈ പ്രഷർ എന്ന് പറഞ്ഞാൽ? ദ ഫോഴ്സ് എക്സേർട്ടഡ് പെർ യൂണിറ്റ് ഏരിയ ഈസ് കാൾഡ് പ്രഷർ. യൂണിറ്റ് പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് അതിൻ്റെ മർദ്ദം. അങ്ങനെ 2 പോയിന്റ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അത് വാതകത്തെ സംബന്ധിച്ചുള്ള. ഇനി മൂന്നാമത്തെ കാര്യം, അതായത് വാതകങ്ങളുടെ പ്രത്യേകത, അതായത് ടെമ്പറേച്ചർ, താപനിലയിൽ അല്ലെങ്കിൽ താപം കൊടുക്കുമ്പോൾ വാതകത്തിന് വരുന്ന വ്യത്യാസങ്ങൾ, അതിനെപ്പറ്റിയാണ് ഈ ഭാഗത്ത് പറയുന്നത്. ടെമ്പറേച്ചർ, അതായത് മോളിക്യൂൾസ് ഇൻ ഗ്യാസസ് ആർ മൂവിങ് റാപ്പിഡ്ലി. ആരുടെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ഗ്യാസിലെ മോളിക്യൂൾസ് എന്ന് പറയുന്നത് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കുന്നു. ശരിയാണല്ലോ? മോളിക്യൂൾസ് ഇൻ ഗ്യാസസ് ആർ മൂവിങ് റാപ്പിഡ്ലി. ഇനി വിച്ച് ഈസ് ദ എനർജി ഗെയിൻഡ് ഡ്യൂ ടു ദ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ഒരു ഊർജം ലഭിക്കും. ഏത് ഊർജ്ജമാണ് ലഭിക്കുന്നത്? ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജത്തിൻ്റെ പേരെന്താണ്? പൊട്ടൻഷ്യൽ എനർജി ഓർ കൈനറ്റിക് എനർജി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. കൈനറ്റിക് എനർജി ഗതികോർജ്ജമാണ്. അതായത് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് ലഭിക്കുന്ന ഊർജ്ജമാണ് കൈനറ്റിക് എനർജി, ഗതികോർജ്ജം. അപ്പോൾ ഗ്യാസിൻ്റെ റാപ്പിഡ് മൂവ്മെൻറ്റ് കൊണ്ട് അതിനൊരു കൈനറ്റിക് എനർജി ലഭിക്കുന്നു. പിന്നെ ഗ്യാസ് ഈസ് ഹീറ്റഡ്. ഇനി നമുക്ക് ഗ്യാസിനെ ചൂടാക്കി നോക്കാം. ടെമ്പറേച്ചർ ഈസ് ഇൻക്രീസ്ഡ്, അതിൻ്റെ താപനില പെട്ടെന്ന് ഉയരും. വാട്ട് ഹാപ്പൻസ് ടു മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് ഇഫ് ദ ടെമ്പറേച്ചർ ഓഫ് ദ ഗ്യാസ് ഈസ് ഇൻക്രീസ്ഡ്. അതിൻ്റെ ടെമ്പറേച്ചർ കൂടുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റിന് എന്ത് സംഭവിക്കുന്നു? ചൂട് കൂടുമ്പോൾ ആ മൂവ്മെൻറ്റിൻ്റെ വേഗത കുറച്ചുകൂടി വർദ്ധിക്കുന്നു. അപ്പോൾ മൂവ്മെൻറ്റ് ഓഫ് ദ മോളിക്യൂൾസ് ഇൻക്രീസസ്. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ് ടു ദ എനർജി ഓഫ് ദ മോളിക്യൂൾസ്. അതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നു? അതിൻ്റെ എനർജിയും കൂടും. അതായത് കൈനറ്റിക് എനർജി ആൾസോ ഇൻക്രീസസ്. അപ്പം ഗ്യാസസിനെ ചൂടാക്കുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ്, മോളിക്യൂൾസിൻ്റെ മൂവ്മെൻറ്റ് കൂടുകയും അതിൻ്റെ ചലനവേഗത കൂടുകയും അതിൻ്റെ ഫലമായിട്ട് അതിൻ്റെ ഗതികോർജ്ജം കൂടുകയും ചെയ്യുന്നു. അതാണ് മോളിക്യൂൾസ്, ഗ്യാസിൻ്റെ മോളിക്യൂൾസും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ. അതായത് നമുക്കിത് വെച്ചുകൊണ്ട് നമുക്ക് ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാം. എന്താണ് ടെമ്പറേച്ചറിൻ്റെ ഡെഫിനിഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നോക്കൂ. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. അതായത് ഒരു പദാർത്ഥത്തിൽ അനുഭവപ്പെടുന്ന ഗതികോർജ്ജത്തിൻ്റെ ശരാശരിയാണ് അതിൻ്റെ താപനില. ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ഒരു പദാർത്ഥത്തിലെ തന്മാത്രകളുടെ ഗതികോർജ്ജത്തിൻ്റെ ശരാശരിയാണ് അതിൻ്റെ താപനില. ഓൺ ദ ബേസിസ് ഓഫ് അക്വേർഡ് ഇൻഫർമേഷൻ, നമ്മൾ ഇത്രയും പറഞ്ഞ ഇൻഫർമേഷനിൽ നിന്ന് അതിൻ്റെ ഷോർട്ട് നോട്ട് എന്തൊക്കെയാണ് താഴെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ നിങ്ങൾക്കറിയാമോ? വോളിയം, പ്രഷർ, ടെമ്പറേച്ചർ. വോളിയം എന്ന് പറഞ്ഞാൽ സ്പേസ് ഓക്കുപൈഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ഈസ് കാൾഡ്, അതായത് ഒരു വസ്തുവിന് ഇരിക്കാൻ ആവശ്യമായ സ്ഥലമാണ് അതിൻ്റെ വ്യാപ്തം. ഇനി ഇൻ ദ കേസ് ഓഫ് ഗ്യാസസിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ എന്ത് പറയും? അത് ഏത് കണ്ടെയ്നറിലാണോ സ്ഥിതി ചെയ്യുന്നത് അതാണ് അതിൻ്റെ വോളിയം. അപ്പോൾ ദ വോളിയം ഓഫ് ദ ഗ്യാസ് ഈസ് ദ കണ്ടെയ്നർ വിച്ച് ഇറ്റ് ഓക്കുപ്പൈസ്.
പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? മർദ്ദം. അതായത് ഒരു യൂണിറ്റ് ഏരിയ പ്രതലത്തിൽ അനുഭവപ്പെടുന്ന ബലമാണ് അതിൻ്റെ മർദ്ദം. പ്രഷർ ഈസ് ദ ഫോഴ്സ് എക്സെർട്ടഡ് ഓൺ യൂണിറ്റ് ഏരിയ. ഇനി ടെമ്പറേച്ചർ ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ്. എന്താണ് ടെമ്പറേച്ചർ? ടെമ്പറേച്ചർ ഈസ് ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. ദ ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് ദ മോളിക്യൂൾസ് ഇൻ എ സബ്സ്റ്റൻസ്. പദാർത്ഥങ്ങളുടെ ഗതികോർജത്തിൻ്റെ ശരാശരിയാണ് അതിൻ്റെ താപനില. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.